ശ്രീ അഖിൽ രവീന്ദ്രൻ. നോക്കൂ, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നു ഇന്നലെ വരെ എന്നുള്ളത് നമ്മളൊക്കെ കേട്ടതാണ് ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട്. അത് കഴിഞ്ഞ് നിങ്ങളുടെ തന്നെ നേതാക്കന്മാർ ഏത് രീതിയിലാണ് ഇന്ന് പ്രതികരിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. നിങ്ങളുടെ ഏറ്റവും പരമപ്രധാനപ്പെട്ട ഒരു നേതാവ്, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് പമ്പയിൽ നടന്ന ഈ അയ്യപ്പ സംഗമത്തിൽ കൊടുത്ത മെസ്സേജ് എന്താണെന്നുള്ളത് നമ്മളൊക്കെ വായിച്ച് കേട്ടു. താങ്കൾ ആ ഭാഗത്താണോ അതോ ഇവിടെ കേരളത്തിൽ ചിലർ അവസരങ്ങൾ നോക്കിയിരിക്കുന്നത് പോലെയുള്ള ആ ചിന്തയിലാണോ? എവിടെയാണ്? 2018 അയ്യപ്പ നിന്ന് നടത്തിയ അയ്യപ്പ വിശ്വാസികളെയും ശബരിമല ആചാരങ്ങളെയും ഒക്കെ ഹനിച്ച ഒരു സർക്കാർ, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ, ഇന്ന് സമസ്താപരാധങ്ങൾ പറഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുവാൻ നടത്തിയിട്ടുള്ള ഈ അയ്യപ്പ സംഗമത്തിന് അയ്യപ്പൻ ഉണ്ടായില്ല എന്ന് വളരെ വ്യക്തമാണ്. നമുക്കറിയാം, ഈ അയ്യപ്പ സംഗമത്തിന് വേണ്ടിയിട്ട് സർക്കാർ ചെലവാക്കിയ തുക, സർക്കാർ ഈ അയ്യപ്പ സംഗമം പ്രഖ്യാപിക്കുമ്പോൾ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, മാസ്റ്റർ പ്ലാനുകൾ, ശബരിമലയുടെ സമഗ്ര വികസനം എന്നൊക്കെ പറഞ്ഞ് നടത്തിയിട്ടുള്ള ഈ അയ്യപ്പ സംഗമം ഇന്ന് വെറും 623 പേരെയും കൊണ്ട് ഒരു സമ്മേളനമാക്കി, ഒരു ഹാളെടുത്ത് ആ ഹാളിൽ ഒരു ചെറിയ മൈക്കം വെച്ച് നടത്താൻ പറ്റുന്ന ഒരു സമ്മേളനത്തിൽ എവിടുന്നാണ് താങ്കൾക്ക് ഈ 623 കണക്ക് കിട്ടിയത്? എവിടുന്നാണ് 623 എന്നൊരു കണക്ക് കിട്ടിയത്? സർക്കാർ സംവിധാനങ്ങളെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു വലിയ തട്ടിപ്പാണ് അവർ നടന്നിട്ടുള്ളത്. ഇത് സർക്കാർ ഈ അവസരത്തിൽ ഇലക്ഷന് മുമ്പ് നടത്തുന്ന ഒരു തന്ത്രം മാത്രമാണ്. ഇലക്ഷന് വേണ്ടി നടത്തുന്ന ഒരു പൊറാട്ട് നാടകമാണ് ഇന്ന് പമ്പയിൽ നടന്നിട്ടുള്ളത്. സർക്കാരിന് എന്താണ് മുന്നോട്ട് വെക്കാനായിട്ടുള്ളത്? ശബരിമലയുടെ വികസനം എന്ന് പറയുമ്പോൾ ശബരിമലയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം. ഈ 8 വർഷം കാലം എന്താണ് അവിടെ വികസനം നടത്തിയിട്ടുള്ളത്? ശബരിമലയിൽ എല്ലാ വർഷവും ലക്ഷോപലക്ഷം ആളുകൾ ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിനായി എത്തുന്ന ആളുകൾ. ശരി, ഈ 8 വർഷക്കാലം നിങ്ങളുടെ ഒരു സർക്കാർ 8-ൽ കൂടുതൽ 11 വർഷക്കാലമായി ഈ രാജ്യം ഭരിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്താണ് ശബരിമലയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്തത്? എന്തെങ്കിലും ഒരു പ്രാഥമിക സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഈ സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? അഖിൽ രവീന്ദ്രൻ, ഞാൻ പറയുന്നത് കേൾക്കാമോ? അഖിൽ രവീന്ദ്രൻ, ഞാൻ പറയുന്നത് കേൾക്കാമോ? താങ്കൾക്ക് കേൾക്കാമോ? ഞാൻ പറയുന്നത് താങ്കൾക്ക് കേൾക്കാമോ? തിരിച്ചറിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് അവിടെ 4245 പേര് രജിസ്റ്റർ ചെയ്ത, ആ സമ്മേളനത്തിന് മുമ്പ് രജിസ്റ്റർ ചെയ്തെങ്കിൽ ആ ആളുകളെല്ലാം തന്നെ ആ സംഗമത്തിൽ നിന്നും പിന്തിരിഞ്ഞത് ഈ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്ക് നൽകുന്ന മറുപടിയാണ്. അയ്യപ്പ വിശ്വാസികളോട് നടത്തിയിട്ടുള്ള നീചമായ പ്രവർത്തികൾ. അഖിൽ രവീന്ദ്രൻ, ഞാൻ പറയുന്നത് താങ്കൾക്ക് കേൾക്കാമെങ്കിൽ മാത്രമേ ഈ ചർച്ചയിൽ നമ്മൾ ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. സർക്കാർ സംവിധാനങ്ങൾ ഞാൻ വരാം. അദ്ദേഹത്തിന് കൂടി കേൾക്കാൻ പറ്റുന്ന രീതിയിൽ സാങ്കേതികമായി ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അദ്ദേഹം കൂടി കേൾക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ചർച്ച ചെയ്തിട്ട് കാര്യമുള്ളൂ.